ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സൈലം പി എസ് സിയുടെ പുതിയൊരു യൂട്യൂബ് കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് പ്രദീപ് എന്നാണ്. നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ഒരു ഹോട്ട് ടോപ്പിക്കാണ്. കറണ്ട് അഫയേഴ്സിലെ തന്നെ ഏറ്റവും ഹോട്ട് ടോപ്പിക്കാണ് ഹെൽത്ത് സ്കീംസ് അഥവാ ആരോഗ്യക്ഷേമ പദ്ധതികൾ. വളരെ പ്രധാനപ്പെട്ട സെലക്റ്റീവ് ആയിട്ടുള്ള കുറേ പദ്ധതികളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നടാ, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സ്കീംസ് ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ, കുറേ സ്കീമുകളുണ്ട്. അപ്പോൾ അത് എല്ലാ പരീക്ഷയ്ക്കും ഒന്നോ രണ്ടോ സ്കീം വെച്ച് ചോദിക്കുകയും ചെയ്യും. അതിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ഏരിയയാണ് ആരോഗ്യക്ഷേമ പദ്ധതികൾ. അതിനകത്ത് ആദ്യം ഒരു 10-25 നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യും. അതിനാദ്യ കണ്ടന്റിലോട്ട് നമ്മൾ പോവാണ്. നോക്കണേ, ഹൃദ്യം. എന്താണ് ഹൃദ്യം എന്ന് പറയപ്പെടുന്ന പദ്ധതി എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഹൃദ്യം എന്ന് പറയപ്പെടുന്ന പദ്ധതി? ആ പേര് പോലെ തന്നെയാണ്, ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും അല്ലേ. 18 വയസ്സിന് താഴെയുള്ള അല്ലേ, 18 വയസ്സിന് താഴെയുള്ള ഹൃദ്രോഗമുള്ള കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരാണെന്ത്, ഹൃദ്യം. അപ്പോൾ വാക്കിൽ തന്നെയുണ്ട്, ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏജ് ലിമിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. എത്ര വയസ്സ് വരെയാ? 18 വയസ്സിന് താഴെയുള്ള ആ ഏജ് ലിമിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം, ഹൃദ്യം പദ്ധതി താഴെ പറയുന്നതിൽ ഏത് വിഭാഗക്കാർക്ക്, ഏത് ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവർക്കാണ് ഉപകാരപ്പെടുക? 18 വയസ്സിന് താഴെ. അപ്പം 18 വയസ്സിന് താഴെയുള്ള ഹൃദ്രോഗമുള്ള കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരാണ് ഹൃദ്യം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു വെച്ചിട്ടുണ്ട്. അടുത്ത പോയിന്റ്, ശ്രുതി തരംഗം. അതും നമുക്ക് വാക്കിൽ നിന്ന് കിട്ടും, ശ്രുതി അല്ലെ, കേൾവിയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ശ്രുതി തരംഗം. ശ്രവണ വൈകല്യമുള്ള എത്ര വയസ്സ് വരെയാ? 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ കോക്ലിയർ ഇംപ്ലാന്റേഷൻ അഥവാ സൗജന്യ കോക്ലിയർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താനുള്ള പദ്ധതിയുടെ പേരാണ് ശ്രുതി തരംഗം. അപ്പോൾ കോക്ലിയർ ഇംപ്ലാന്റേഷൻ പ്രോജക്ട് ഫോർ ചിൽഡ്രൻ വിത്ത് ഹിയറിംഗ് ഇമ്പയർമെന്റ് എന്ന് കൃത്യമായി അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ശ്രവണ വൈകല്യമുള്ള എത്ര വയസ്സ് വരെയാ? 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ കോക്ലിയർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ വേണ്ടിയുള്ള പദ്ധതിയുടെ പേരാണ് ശ്രുതി തരംഗം എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്തു വെച്ചേക്കുക. ദെൻ മിഴി. എന്താണ് മിഴി എന്ന് പറയുന്ന പദ്ധതി? അവിടെയും ഏജ് ലിമിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. 6 മുതൽ 16 വയസ്സ് വരെ. 6 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളിലെ കാഴ്ച വൈകല്യം കണ്ടെത്തി അവർക്ക് ചികിത്സ നടത്താനുള്ള പദ്ധതിയുടെ പേരാണ് മിഴി. അതിൻ്റെ ഭാഗമായിട്ട് സൗജന്യ കണ്ണട വിതരണങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചെയ്യാറുണ്ട്. അതിൻ്റെ ഉദ്ഘാടനമാണ് കേരളത്തിന് ആരോഗ്യവകുപ്പ് എന്ന് കെ ശൈലജ ടീച്ചർ അവിടെ എന്ത് ചെയ്യുന്നത്, നിർവഹിക്കുന്നത്. അപ്പോൾ നോക്കണം, ഇത് ഈ ഹെൽത്ത് സ്കീംസിൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരള PSC ഒരു 4-5 കൊല്ലം വരെയൊക്കെ എന്ത് ചെയ്യും, ചോദിക്കും. ചിലപ്പോൾ 6-7 കൊല്ലം മുമ്പൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട് റിലവൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ ശൈലജ ടീച്ചർ ഉണ്ടായിരുന്ന സമയത്താണ് ഈ ഒരു പദ്ധതി എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. അപ്പോൾ 6 മുതൽ 16 വയസ്സ് ശ്രദ്ധിക്കണേ. ഹൃദ്യം എത്ര വയസ്സ് വരെയാ? 18 വയസ്സ് വരെ. ശ്രുതിതരംഗം 5 വയസ്സ് വരെ. ഇവിടെ എന്താ, മിഴി എന്താ, 6 മുതൽ 16 വയസ്സ് വരെയുള്ള ഏജ് ലിമിറ്റ്. 6 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളിലെ കാഴ്ച വൈകല്യം കണ്ടെത്തി അവർക്ക് ചികിത്സ നടത്താനുള്ള പദ്ധതിയുടെ പേരാണ് മിഴി എന്ന് പറയുന്നത്. അപ്പോൾ ഏജ് ലിമിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത പോയിന്റ്, സ്പെക്ട്രം. ഒരുപാട് തവണ കേരള PSC ചോദിച്ച് മടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്നത് സ്പെക്ട്രം എന്ന് പറയുന്നത്. സ്പെക്ട്രം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് എന്ത് ഓർമ്മ വരും? ഓട്ടിസം ഓർമ്മ വരും അല്ലേ. ഓട്ടിസം ബാധിച്ച കുട്ടികളെ പരിചരിക്കുന്നതിനും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്പെക്ട്രം പദ്ധതി. അപ്പോൾ ഓട്ടിസം ബാധിതരുടെ സാമൂഹ്യ സുരക്ഷയ്ക്ക് സ്പെക്ട്രം എന്ന് പറയുന്ന ആ ഒരു കേരള സർക്കാരിൻ്റെ ഒരു പരസ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പദ്ധതികൾ സ്ഥിരം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 3ഉം പലപ്പോഴടിച്ചു നോക്കും, കാണുമ്പോൾ തോന്നും ഒന്നുപോലെ തോന്നും, പക്ഷേ ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം. ഇതിനെങ്ങനെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം, കേട്ടോണേ. സ്നേഹസാന്ത്വനം, സ്നേഹസ്പർശം, സ്നേഹപൂർവം. രണ്ടും സ്നേഹത്തിൽ നിന്ന് തുടങ്ങുന്നത് അല്ലേ. അപ്പം സ്നേഹസാന്ത്വനം, സ്നേഹസ്പർശം, സ്നേഹപൂർവം. എന്താ സ്നേഹസാന്ത്വനം? സംസ്ഥാനത്തെ എൻഡോസൾഫാൻ രോഗബാധിതരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. ഇനി സ്നേഹസ്പർശമോ? കേട്ടോണേടാ, ചൂഷണത്തിന് വിധേയരായി അവിവാഹിത അവസ്ഥയിൽ അമ്മമാരാകുന്നവർ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരുന്നു. ഇത്തരക്കാർക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കാനുള്ള പദ്ധതിയാണ്
ഈ പറയുന്ന സ്നേഹസ്പർശം. ഇനി എന്താണ് സ്നേഹപൂർവം എന്ന് പറയുന്നത്? എന്താണ് സ്നേഹപൂർവം? മാതാവ് അല്ലെങ്കിൽ പിതാവ്, അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ രണ്ടുപേരും മരണപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ധനസഹായ പദ്ധതിയാണ് സ്നേഹപൂർവം. എടാ ഇങ്ങനെ ഓർക്കണേ, എൻഡോസൾഫാൻകാരെ സാന്ത്വനിപ്പിക്കുന്നു. എൻഡോസൾഫാൻകാരെ സാന്ത്വനിപ്പിക്കുന്നു. അവിവാഹിത അവസ്ഥയിൽ അമ്മമാരാകുന്നവർ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരുന്നു. അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈ പിടിച്ചുയർത്തുന്നു. സ്നേഹസ്പർശം. സ്നേഹപൂർവം അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ രണ്ടുപേരും മരണപ്പെട്ട വീട്ടിലെ കുട്ടികൾക്ക് സ്നേഹപൂർവം നമ്മളൊരു തുക കൈമാറുന്നു. സ്നേഹപൂർവ്വം നമ്മളൊരു തുക കൈമാറുന്നതാണ് സ്നേഹപൂർവം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ സ്നേഹസാന്ത്വനം, സ്നേഹസ്പർശം, സ്നേഹപൂർവം. ഇതിനടുത്തോട്ട് പോവാം. എന്താണ് ആശാധാര? എന്താണ് ആശാധാര എന്ന് പറയുന്നത്? എടാ മൂന്ന് പ്രധാനപ്പെട്ട രോഗങ്ങൾ: ഹീമോഫീലിയ, തലാസീമിയ, സിക്കിൾ സെൽ അനീമിയ എന്നിവയുടെ ചികിത്സയ്ക്ക് വേണ്ടി നമ്മുടെ ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ആശാധാര. അപ്പോൾ ഹീമോഫീലിയ, തലാസീമിയ, സിക്കിൾ സെൽ അനീമിയ എന്നിവയുടെ ചികിത്സയ്ക്ക് വേണ്ടി ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ആശാധാര എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് മാതൃയാനം? എന്താണ് മാതൃയാനം? ആ വാക്കിൽ നിന്ന് കിട്ടും മാതാവ്, അമ്മ എന്നൊക്കെ അല്ലേ. പ്രസവശേഷം അമ്മയെയും അതുപോലെ തന്നെ കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരോഗ്യ വകുപ്പ് നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് മാതൃയാനം. അപ്പൊ പ്രസവശേഷം അമ്മയെയും അതുപോലെ തന്നെ കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആരോഗ്യവകുപ്പ് നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് മാതൃയാനം എന്ന് പറയുന്ന പദ്ധതി. അടുത്തിലോട്ട് പോവാം. എന്താണ് സശ്രദ്ധം? ഇതൊരു ബേസിക്കലി ഒരു ആരോഗ്യ സർവേ പദ്ധതിയാണ്. ഈ പറയുന്ന സശ്രദ്ധം എന്ന് പറയുന്നത്. എടാ നോക്കണേ, കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ അല്ലെ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ തന്നെ കണ്ടെത്തി അവയെ പരിഹരിക്കാൻ വേണ്ടി ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന ആരോഗ്യ സർവേ പദ്ധതിയാണ് സശ്രദ്ധം. അപ്പോൾ കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ തന്നെ കണ്ടെത്തി പരിഹരിക്കാൻ വേണ്ടി ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതിയുടെ പേരാണ് സശ്രദ്ധം എന്ന കാര്യം ഓർക്കുക. സശ്രദ്ധം എന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർക്കുക. ഇനി എന്താണ് ആശ്വാസകിരണം? എടാ മുഴുവൻ സമയ പരിചരണം, അതായത് കിടപ്പ് രോഗികൾ ഇല്ലേ, മുഴുവൻ സമയ പരിചരണം ആവശ്യമുള്ള രോഗികളെ പരിചരിക്കുന്നവർക്ക് മാസം തോറും ധനസഹായം നൽകുന്ന പദ്ധതിക്ക് വിളിച്ച പേരാണ് ആശ്വാസകിരണം. അപ്പം മുഴുവൻ സമയ പരിചരണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കിടപ്പ് രോഗികളാണ്, വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത ഫുൾ ടൈം കിടപ്പ് രോഗികളായിട്ട് കിടക്കുന്ന, നിത്യം ഈ പറയുന്ന ശയ്യാവലംബരായിട്ടുള്ള ആൾക്കാർ അല്ലേ. അപ്പം മുഴുവൻ സമയ പരിചരണം ആവശ്യമുള്ള രോഗികളെ പരിചരിക്കുന്നവർക്ക് മാസം തോറും ധനസഹായം നൽകുന്ന പദ്ധതിക്ക് വിളിച്ച പേരാണ് ആശ്വാസകിരണം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് വിവാ കേരളം? ആ സ്ലൈഡൊക്കെ അവിടെ കാണാം, ആ ഫോട്ടോ ഒക്കെ അവിടെ കാണാം. വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് വിവാ കേരളം, അതായത് സ്ത്രീകളിലെ, വനിതകളിലെ വിളർച്ച അഥവാ അനീമിയ ഇല്ലാതാക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് വിവാ കേരളം. അപ്പോൾ സ്ത്രീകളിലെ വിളർച്ച അല്ലെങ്കിൽ അനീമിയ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിക്ക് വിളിച്ച പേരാണ് വിവാ കേരളം എന്ന് പറയുന്നത്. ഇനി വിവാ കേരളം അതിൻ്റെ ആപ്തവാക്യം എന്തെന്ന് ചോദിച്ചാൽ പറഞ്ഞതാണ് വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് എന്നാണ്. അടുത്ത പോയിന്റ്, ഈ വിവാ കേരളം ലക്ഷ്യം കൈവരിച്ച ആദ്യ പഞ്ചായത്തായി മാറുന്നത് പത്തനംതിട്ട ജില്ലയിലെ മൈലപ്ര പഞ്ചായത്താണ്. അപ്പൊ വിവാ കേരളം ലക്ഷ്യം കൈവരിച്ച ആദ്യ പഞ്ചായത്ത് ഏത് എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഏതാണ്? അത് മൈലപ്രയാണ്. പത്തനംതിട്ട ജില്ലയിലാണ് ഈ പറയുന്ന മൈലപ്ര എന്ന കാര്യം ഓർത്തോണം. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. മെഡിസെപ്പ്. യെസ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ നാളെ സർക്കാർ ജോലിക്കാരായി പോകുമ്പോൾ നിങ്ങൾക്ക് സർക്കാർ നൽകുന്ന ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് ഈ പറയുന്ന മെഡിസെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി മാത്രമല്ല, അതുപോലെ തന്നെ പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. അപ്പോൾ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെയും അതുപോലെ തന്നെ പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ് എന്ന് പറയുന്നത്. മെഡിസെപ്പിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്
മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് എന്നാണ്. അപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്, മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് എന്നാണ് മെഡിസപ്പിൻ്റെ ഫുൾ ഫോം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുക പറയാം. ഇനി എന്നാണ് ഈ മെഡിസപ്പ് പദ്ധതി നിലവിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2022 ജൂലൈ മാസം 1 തീയതിയാണ് മെഡിസപ്പ് പദ്ധതി നിലവിൽ വരുന്നത്. ഇനി മെഡിസപ്പ് പദ്ധതിയുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനി ഏത് എന്ന് ചോദിച്ചപ്പോൾ അത് ഓറിയന്റൽ ഇൻഷുറൻസ് ആണ്. അപ്പോൾ മെഡിസപ്പ് പദ്ധതിയുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനി ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് ഓറിയന്റൽ ഇൻഷുറൻസ് എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മെഡിസപ്പ് 2022 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കവറേജ് എന്ന് പറയുന്നത് അപ് ടു 3 ലക്ഷം 3 ലക്ഷം രൂപ വരെയാണ്. 3 ലക്ഷം രൂപയാണ് കവറേജ് പറഞ്ഞിരുന്നത്. അന്ന് പ്രീമിയം എമൗണ്ട് 500 രൂപയായിരുന്നു പ്രീമിയം. ഓക്കെ, ഇത് ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട്. നിലവിൽ ഈ പറയുന്ന കവറേജ് അപ് ടു 5 lakh 5 ലക്ഷം രൂപ വരെ കവറേജ് ഉയർത്തിയിട്ടുണ്ട്. പ്രീമിയം എമൗണ്ട് നിലവിൽ എത്രയാണെന്ന് അറിയാമോ? 687 രൂപ. നിലവിൽ 687 രൂപ. ഓക്കെ, ഹെൽത്ത് ഇൻഷുറൻസിന് എന്തില്ല? GST ഇല്ല. ഹെൽത്ത് ഇൻഷുറൻസിന് GST എത്രയാ? 0% GST. ഇതിന് മുൻപ് 18 ആയിരുന്നു. 18% അതിൽ നിന്ന് എത്രയിലോട്ട് കൊണ്ടുവന്നു? 0%ലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പ്രീമിയം എമൗണ്ട് എത്രയാണ്? 687 രൂപ. 687 രൂപയാണ് മെഡിസപ്പിന്റെ നിലവിലത്തെ പ്രീമിയം. ഇത് 2026 ഫെബ്രുവരി മാസം 1 മുതൽ എന്തായി? പ്രീമിയം ഉണ്ട് 687 ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? നിലവിൽ വരുന്നത് 2026 ഫെബ്രുവരി 1 മുതലാണെന്നാണ് അറിയുന്നത്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ ഓറിയന്റൽ ഇൻഷുറൻസ് PSC ചോദിച്ചാണ്, PQ ആണ്. ഓക്കെ, അടുത്തിലോട്ട് പോവാം. ജീവാനന്ദം പദ്ധതി. എന്താണ് ജീവാനന്ദം പദ്ധതി എന്ന് നോക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ജീവാനന്ദം. സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ച ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ജീവാനന്ദം എന്ന് പറയുന്നത്. അപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ച ശേഷം ഒരു നിശ്ചിത തുക പെൻഷൻ പോലെ മാസാമാസം ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ ഒരു സ്കീമാണ് ജീവാനന്ദം എന്ന് പറയുന്നത്. ഇത് ജീവാനന്ദമല്ല, ക്രൂരാനന്ദം എന്നായിരുന്നു തുടക്കത്തിൽ എംപ്ലോയീസ് ഓർഗനൈസേഷൻ അതിനെന്ത് ചെയ്ത് വിശേഷിപ്പിച്ചത്. പ്രതിപക്ഷ എംപ്ലോയീസ് ഓർഗനൈസേഷൻ അതിനെ വിശേഷിപ്പിച്ചത്. ഒടുവിൽ കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു, നിർബന്ധമില്ല. ഓക്കെ, ആവശ്യക്കാർ മാത്രം എന്ത് എടുത്താൽ മതി, ഒരാളെ നിർബന്ധിച്ച് ഈ പദ്ധതി എടുപ്പിക്കത്തില്ല എന്നായിരുന്നു നമ്മുടെ കേരള സർക്കാർ അതിന് വാഗ്ദാനം നൽകിയിരുന്നത്, KN ബാലഗോപാലിന്റെ വാഗ്ദാനം. അപ്പൊ ജീവാനന്ദ പദ്ധതി PSC എന്ത് ചെയ്താണ് ചോദിച്ചാണ്, PQ ആണ്. അടുത്തത് ആവാസ്. എന്താണ് ആവാസ്? ഈ ആവാസ് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരിക ആവാസ വ്യവസ്ഥ, വീടും കുടിയും എന്നൊക്കെ ആയിരിക്കും ഓർമ്മ വരിക. എന്നാൽ അല്ല കേട്ടോ. അതാണ് കേരള സർക്കാരിന്റെ പദ്ധതിയുടെ ഒരു പ്രത്യേകത. പേരുമായോ പദ്ധതിയുമായോ ഒരു ബന്ധം ഉണ്ടാവത്തില്ല. നോക്കാം, എന്താണ് ആവാസ്? സംസ്ഥാനത്തെ കുടിയേറ്റ തൊഴിലാളികൾക്കായുള്ള കേരള സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആവാസ്. അപ്പൊ സംസ്ഥാനത്തെ കുടിയേറ്റ തൊഴിലാളികൾ അഥവാ അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആവാസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് അങ്കണം? ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അങ്കണവാടി ജീവനക്കാർ അല്ലേ. സംസ്ഥാനത്തെ അങ്കണവാടി ജീവനക്കാർക്ക് വേണ്ടി പ്രഖ്യാപിച്ച ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് അങ്കണം. അപ്പൊ സംസ്ഥാനത്തെ അങ്കണവാടി ജീവനക്കാർക്ക് വേണ്ടി പ്രഖ്യാപിച്ച ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് അങ്കണം എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത പോയിന്റിലേക്ക് വരാം. രാജ്യത്താദ്യമായിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ സ്വന്തം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡ് എന്ത് ചെയ്യുന്നത് ഏർപ്പെടുന്നത്. അപ്പോൾ രാജ്യത്ത് ആദ്യമായിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡ് ഏർപ്പെടുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് കേരളമാണ്. കേരള തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ഫസ്റ്റ് ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ അത് S. രാജേന്ദ്രനാണ്. അപ്പോൾ കേരള തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പ്രഥമ ചെയർമാൻ ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് S. രാജേന്ദ്രനാണെന്ന കാര്യം ഓർക്കുക. ദെൻ എന്താണ് മിഠായി എന്ന് പറയുന്ന പദ്ധതി? എന്താണ് മിഠായി എന്ന് പറയുന്നത്? ആ പേര് തന്നെ ഇട്ടു, ആ പേരിൽ തന്നെ കിട്ടും മിഠായി. പ്രമേഹം അല്ലേ? ആർക്ക് വേണ്ടിയിട്ടാ? ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച
കുട്ടികൾക്കും അതുപോലെ തന്നെ കൗമാരക്കാർക്കും സമഗ്ര ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയുടെ പേരാണ് മിഠായി. അപ്പൊ ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കും അതുപോലെ തന്നെ കൗമാരക്കാർക്കും സമഗ്ര ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിക്ക് വിളിച്ച പേരാണ് മിഠായി. നോക്കണേ, കുട്ടികളിലെ പ്രമേഹ പരിരക്ഷ മിഠായി പദ്ധതി എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതും PSC കഴിഞ്ഞ LD ക്ലർക്ക് പരീക്ഷയ്ക്ക് 3 ജില്ലകളിൽ LDC പരീക്ഷകൾക്ക് ചോദ്യമാണ് മിഠായി എന്ന് പറയുന്നത്. അപ്പൊ ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കും കൗമാരക്കാർക്കും സമഗ്ര ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയുടെ പേരാണ് മിഠായി. അടുത്ത പോയിന്റ് ദീപ്തി. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ദീപ്തി കാഴ്ചയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. കാഴ്ച പരിമിതരായ എല്ലാവരെയും പ്രായഭേദമന്യേ ബ്രെയിൻലി ലിപി പഠിപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് ദീപ്തി എന്ന് പറയുന്നത്. അപ്പോൾ കാഴ്ച പരിമിതരായ എല്ലാവരെയും പ്രായഭേദമന്യേ, പ്രായ തടസ്സങ്ങളില്ലാതെ ബ്രെയിൻലി ലിപി പഠിപ്പിക്കുന്ന സംസ്ഥാന സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ദീപ്തി. ഇനി എന്താണ് പൊൽ ബ്ലഡ്? എന്താണ് പൊൽ ബ്ലഡ് എന്ന് നോക്കാം. എന്താണ് പൊൽ ബ്ലഡ്? അപ്പൊ രക്തവുമായി ബന്ധപ്പെട്ടതാണേ. ഓക്കെ, രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും അടിയന്തര ഘട്ടങ്ങളിൽ രക്തദാനം നടത്തുന്നതിനും വേണ്ടിയിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് പൊൽ ബ്ലഡ് അഥവാ പോലീസ് ബ്ലഡ് എന്നാണ്. അപ്പൊ രക്തദാനം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അടിയന്തര ഘട്ടങ്ങളിൽ രക്തദാനം നടത്തുന്നതിന് വേണ്ടിയിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് പൊൽ ബ്ലഡ് എന്ന് പറയുന്നത്. അടുത്തതിലോട്ട് വരാം. എന്താണ് സാന്ത്വനം എന്ന് പറയുന്ന പദ്ധതി? സാന്ത്വനിപ്പിക്കുക, സാന്ത്വനം എന്താ സംഭവം നോക്കാം. വീടുകളിലെത്തി രക്തപരിശോധന ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി. അപ്പൊ ആര് കൊണ്ടുവന്നതാ? കുടുംബശ്രീക്കാർ ഇംപ്ലിമെന്റ് ചെയ്ത പദ്ധതിയാണ് സാന്ത്വനം. അപ്പൊ വീടുകളിലെത്തി രക്തപരിശോധന ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സാന്ത്വനം. അപ്പൊ സാന്ത്വനം പദ്ധതിക്ക് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുടുംബശ്രീ ജീവനക്കാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് കർണാടക സർക്കാർ കൊണ്ടുവന്നൊരു പദ്ധതിയാണ് ഗൃഹ ആരോഗ്യ. എന്താ സംഭവം നോക്കാം. വീടുകൾ സന്ദർശിച്ച് 30 വയസ്സിന് മുകളിലുള്ളവരെ ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയനാക്കുന്നതിന് വേണ്ടി ഗൃഹ ആരോഗ്യ എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് കർണാടകമാണ്. അപ്പോൾ വീടുകൾ സന്ദർശിച്ച് 30 വയസ്സിന് മുകളിലുള്ളവരെ ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിന് വേണ്ടി ഗൃഹ ആരോഗ്യ എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് കർണാടകമാണ്. ദെൻ ടെലിമാനസ്. എന്താണ് ടെലിമാനസ്? ടെലി എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ടെലിഫോണുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. എന്താ സംഭവം നോക്കിയേ. മാനസിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്ക് വേണ്ടി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഏർപ്പെടുത്തിയ ഹെൽപ്പ് ലൈനാണ് ടെലിമാനസ്. ദ നാഷണൽ ടെലി മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നാഷണൽ ടെലി മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാമാണ് ടെലിമാനസ്. നാഷണൽ ടെലി മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം. അതിൻ്റെ നമ്പർ, ടെലിമാനസിൻ്റെ ആ നമ്പർ എത്രയെന്ന് വെച്ചാൽ 14416 14416 എൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ 14416. കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് ഈ കാണുന്നത്. കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി JP നഡ്ഡ അല്ലെ, JP നഡ്ഡയാണ് കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി. JP നഡ്ഡയാണ് നിങ്ങളാ കാണുന്നത്. ഓക്കെ, അപ്പോൾ ടെലിമാനസിൻ്റെ ടോൾ ഫ്രീ നമ്പർ 14416. അടുത്തത് സൂതികാമിത്രം. എന്താണ് സൂതികാമിത്രം എന്ന് പറയുന്ന പദ്ധതി? ഗർഭിണികൾക്കും പ്രസവാനന്തരം അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ആയുർവേദ പരിചരണ പദ്ധതിയാണ് സൂതികാമിത്രം എന്ന് പറയുന്നത്. അപ്പൊ ഗർഭിണികൾക്കും അതുപോലെ തന്നെ പ്രസവാനന്തരം അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ആയുർവേദ പരിചരണം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് സൂതികാമിത്രം എന്ന് പറയുന്ന പദ്ധതി. ഇനി എന്താണ് സല്ലാപം? എന്ന് പറയുന്ന പദ്ധതി കേട്ടോണ്ടേടാ. സല്ലാപം മുതിർന്ന പൗരന്മാർക്ക് ഒറ്റപ്പെടലിൻ്റെ വേദന മറികടക്കാൻ വോളണ്ടിയർമാരുമായി ഫോണിൽ ബന്ധപ്പെടാനും നേരിട്ട് കണ്ട് സംസാരിക്കാനും വേണ്ടി സാമൂഹ്യ നീതിവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സല്ലാപം. സല്ലപിക്കുക, ഒന്ന് അവരിങ്ങനെ മൈൻഡ് ഔട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരെ ഒന്ന് കാര്യങ്ങളൊക്കെ വിളിച്ച് തിരക്കി, ഓക്കെ ആണോ, അച്ഛൻ ഓക്കെ ആണോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ തിരക്കി അവരുടെ വിശേഷങ്ങൾ അറിയാനും അവർക്ക് 4 പേരോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് കോൺ വിളിച്ചോ അല്ലെങ്കിൽ നേരിട്ട് വന്നോ ഒന്ന് സംസാരിച്ച് അവരൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് അവരുടെ ആ ഒരു ഫ്രസ്ട്രേഷനൊക്കെ തീർത്ത് ഒന്ന് ജോളിയാക്കി നിർത്തുക.
നേടുക. അതാണ് ഈ പറയുന്ന പരിപാടി. ഇതാണ് സല്ലാപം. അപ്പം മുതിർന്ന പൗരന്മാർക്ക് ഒറ്റപ്പെടലിന്റെ വേദന മറികടക്കാൻ വോളണ്ടിയർമാരുമായി ഫോണിൽ ബന്ധപ്പെടാനും നേരിട്ട് കണ്ട് സംസാരിക്കാനും വേണ്ടി ആര് കൊണ്ടുവന്നതാ? സാമൂഹ്യ നീതി വകുപ്പ് കൊണ്ടുവന്ന പദ്ധതിയുടെ പേരാണ് സല്ലാപം എന്ന കാര്യം. ഇനി അടുത്ത് എന്താണ് യോദ്ധാവ്? വിദ്യാർത്ഥികളിലെ മയക്കുമരുന്നിന്റെ വിപണനവും ഉപയോഗവും തടയാൻ വിവിധ വകുപ്പുകളുടെ സഹായത്തോടു കൂടി കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് യോദ്ധാവ്. അപ്പോൾ വിദ്യാർത്ഥികളിലെ മയക്കുമരുന്നിന്റെ വിപണനവും ഉപയോഗവും തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി വിവിധ വകുപ്പുകളുടെ സഹായത്തോടു കൂടി കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് യോദ്ധാവ് എന്ന് പറയുന്ന പദ്ധതി. ലാസ്റ്റ് വൺ, കേരള കെയർ. എന്താണ് കേരള കെയർ? കിടപ്പ് രോഗികൾക്കും ഗുരുതര രോഗം ബാധിച്ചവർക്കും സൗജന്യ പാലിയേറ്റീവ് കെയർ സേവനം ഉറപ്പാക്കുന്നതിന് വേണ്ടി പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി കേരള സർക്കാർ സ്ഥാപിക്കുന്ന പ്രത്യേക ഗ്രിഡാണ് കേരള കെയർ. അതായത് പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ വീടുകളിലെത്തി ഹൃദയ സംബന്ധമായ രോഗം ബാധിച്ചവരെയും ഇതുപോലെ ക്യാൻസർ ബാധിതരായിട്ടുള്ള ആൾക്കാരല്ലേ, അവരെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. വീട്ടിൽ വന്നെത്തി പരിചരിക്കുന്ന പരിപാടിയാണ് ഈ പറയുന്ന പാലിയേറ്റീവ് കെയർ എന്ന് വിളിക്കുക. അപ്പോൾ കിടപ്പ് രോഗികൾക്കും അതുപോലെ തന്നെ ഗുരുതര രോഗം, ക്യാൻസർ പോലെയുള്ള ഗുരുതര രോഗം ബാധിച്ചവർക്കും സൗജന്യമായി പാലിയേറ്റീവ് കെയർ സേവനം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി കേരള സർക്കാർ ഒരു ഗ്രിഡ് ആരംഭിക്കുന്നതിൻ്റെ പേരാണ് കേരള കെയർ. അപ്പോൾ അടുത്തിടെ ചോദിച്ച ഒരു ചോദ്യം നിങ്ങൾ അറിയണം. ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. ഓർത്തോണേ. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ നയം നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ പറഞ്ഞ ഏതാണ്? അത് ഈ പറയപ്പെടുന്ന കേരളമാണ്. ഈ പറയുന്ന കേരളമാണെന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ നിങ്ങളൊന്ന് ഓർത്ത് സെറ്റാക്കി വെച്ചേക്കുക. ക്ലിയർ ആണോ? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഈ നിമിഷം വരെ ഡിസ്കസ് ചെയ്തത് ഏറ്റവും വിലപ്പെട്ട ഹെൽത്ത് സ്കീമുമായി ബന്ധപ്പെട്ട കുറേ അധികം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും വളരെ കൃത്യവും വ്യക്തവുമായിട്ട് കിട്ടിയെന്നാണ് ഞാൻ പൂർണ്ണമായും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? നമുക്കിനി എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷനോടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.